ഗുഡ് ഈവനിംഗ്, നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങുകയാണ്. ഇതോടെ 3 പതിറ്റാണ്ടിലധികം ഏകദേശം 33 വർഷം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ഒഴിയുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, മൻമോഹൻ സിംഗിനെ ഇന്ത്യൻ രാഷ്ട്രീയം എത്രത്തോളം മിസ് ചെയ്യും? മൻമോഹൻ സിംഗിനെ പറ്റി എനിക്ക് വളരെ റിഗ്രറ്റ് തോന്നുന്നൊരു ഓർമ്മയാണ് അദ്ദേഹത്തെക്കുറിച്ച്. ഓർമ്മ എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചു പോയിട്ടില്ല, അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഈ 90കളിൽ ഞാനൊരു ടീനേജർ എന്ന നിലയ്ക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനായിരുന്നു മൻമോഹൻ സിംഗ്. ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം അന്ന് കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തിനെതിരാണ്. ഇദ്ദേഹം രാജ്യത്ത് മുഴുവൻ കുഴപ്പത്തിലാകാൻ പോവുകയാണ്, രാജ്യത്ത് നടപ്പാക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ മുഴുവൻ അബദ്ധമാണ്, പിന്നെന്താണ് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഇതൊക്കെ എന്തൊക്കെയോ തെറിവാക്ക് പോലെയാണ് ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ കേട്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആഗോളവൽക്കരണത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ഒരാളാണ് ആ സമയത്ത്. അപ്പോൾ എനിക്ക് റിഗ്രറ്റ് തോന്നാൻ കാരണം പിന്നീട് നമ്മുടെ രാഷ്ട്രീയ ചിന്തയും നമ്മുടെ അറിവും മാറുമ്പോൾ നമുക്ക് അതിലൊരു മാറ്റം ഉണ്ടല്ലോ. അതിലൊരു മാറ്റം കാരണം 1995 ഞാൻ ബോംബെയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. വളരെ പേഴ്സണലായിട്ട് അനുഭവമാണ്. അപ്പോൾ അന്ന് പോകുന്നത് ഈ ജയന്തി ജനത എന്ന് പറഞ്ഞിട്ടൊരു ഒരു ട്രെയിനുണ്ട്. ഈ ട്രെയിൻ പോകുന്നത് ജോളാർപേട്ട് വഴി ഈ തെലങ്കാന ആ ഏരിയ കൂടിയാണ് പോവുക. ആദ്യം ഇപ്പോഴത്തെ തെലങ്കാനയുടെ പ്രദേശങ്ങളിലൂടെ കുറേ അധികം സഞ്ചരിച്ച് പിന്നെ കർണാടകയുടെ ഒരു ബോർഡർ കയറി വീണ്ടും മഹാരാഷ്ട്രയിൽ കിടക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ റൂട്ട്. ഇപ്പോൾ ആ റൂട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, നമുക്ക് ഇന്ത്യയുടെ ഒരു നേർചിത്രം ഈ ട്രെയിൻ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റും. മണിക്കൂറുകളോളം ഒരു മനുഷ്യവാസമോ ഒന്നുമില്ലാത്ത ഈ തെലങ്കാനയുടെ കൃഷിയിടങ്ങളിലൂടെ ട്രെയിൻ പോകും. ഒരു സ്റ്റേഷൻ കാണണമെങ്കിൽ മണിക്കൂറിൽ കഴിയണം. അപ്പോൾ നമ്മളങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണാം ഒരു വയലിലെ ഏതോ ഒരു കണ്ണെത്താ ദൂരത്തോളം വയലുകൾ, അങ്ങനെ കൃഷിയിടങ്ങളൊക്കെ ആയിരിക്കും. അവിടെ നിന്ന് ഒരു കർഷകൻ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുന്നത് കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള യന്ത്രസാമഗ്രികളില്ലാത്ത, ഒരു തരം മോഡേണൈസേഷനും കൃഷിയിൽ നടക്കാത്ത, ഇറിഗേഷൻ ഇല്ലാത്ത ഈ കൃഷിയിടങ്ങൾ, വരണ്ട ഈ കൃഷിയിടങ്ങൾ. അതെന്ന് വെച്ചാൽ ദാരിദ്ര്യം അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഈ തെലങ്കാന, ആന്ധ്രാപ്രദേശിൻ്റെ ആ മേഖലകൾ, മഹാരാഷ്ട്ര, കർണാടക ആ മേഖലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേ റൂട്ടിലൂടെ ബൈ ട്രെയിനല്ല, ഞാൻ ബൈ കാറിൽ 2014 ഞാൻ സഞ്ചരിക്കുകയാണ്. ഞാൻ 95 കാര്യമാണ് പറഞ്ഞത്. 10-30 വർഷത്തിന് ശേഷം, 25 വർഷത്തിന് ശേഷം ഞാൻ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു മാറ്റം കാണാൻ പറ്റും. അതായത് 94 നിന്ന് 2014 എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമാണ്. നമ്മൾ പോയ സ്ഥലമേ അല്ലാതൊന്നും അവിടെയൊക്കെ ജനങ്ങളുടെ ജീവിതം വലിയ തോതിൽ മാറി. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കാരണം ഈ പറയുന്ന നമ്മുടെ ഒരുതരം ലൈസൻസ് രാജ് എന്നോ അല്ലെങ്കിൽ പെർമിറ്റ് രാജ് എന്നൊക്കെ പറയുന്ന സാമ്പത്തിക വീക്ഷണത്തിൽ നിന്ന് നമ്മൾ കുറേ കൂടി ലോകത്തേക്ക് തുറക്കുന്ന ഒരു സാമ്പത്തിക വീക്ഷണം സ്വീകരിച്ചു. ആ ഉണ്ടായ മാറ്റമാണ് നമ്മൾ ഈ ഒരു കാൽനൂറ്റാണ്ടിനിടയിൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഒട്ടും റിഗ്രറ്റ് ഇല്ലാതെ പൂർണ്ണമായ അഭിമാനബോധത്തോടുകൂടി ഞാൻ പറയും, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് ഒരു സംശയവും കൂടാതെ വിളിക്കാൻ പറ്റുന്ന ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ വളരെ വളരെ ദരിദ്രാവസ്ഥയിലാണ്. അതിനു മുമ്പ് വലിയ സമ്പന്നമായൊരു പാസ്റ്റ് നമുക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്ന് മൊത്തം കൊള്ളയടിച്ചുകൊണ്ട് പോയതിനു ശേഷം നമ്മൾ ലോകത്തിന് മുമ്പിൽ പീച്ചച്ചട്ടി എടുത്ത് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ സ്വീകരിച്ചൊരു സാമ്പത്തിക നയം എന്ന് പറയുന്നത് ഒരു സോവിയറ്റ് ഓറിയൻറ്റഡ് സോഷ്യലിസമാണ്. അത് നല്ലതാണോ ചീത്തയാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയമായ അതിൻ്റെ പല ന്യായീകരണങ്ങളും പറയാനുണ്ടാവും. ജവഹർലാൽ നെഹ്റു സ്വീകരിച്ച സോഷ്യലിസത്തിനും പിന്നീട് ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ സോഷ്യലിസത്തിനും രാഷ്ട്രീയമായ ന്യായീകരണങ്ങളുണ്ടാവും. പിന്നെ അതിനുശേഷം അത് എവിടെ നമ്മളെ കൊണ്ടുപോയി എത്തിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറിൻ റിസർവ് ഏതാണ്ടൊരു കേവലം $1 ബില്യൺ എത്തി. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഫോറിൻ റിസർവ് $600 ബില്യൺ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ പാപ്പരായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നരസിംഹറാവു, ആദ്യത്തെ ഒരു നോൺ നെഹ്റു ഫാമിലി പ്രൈം മിനിസ്റ്റർ വരുന്നത്. ആദ്യത്തെ എന്നല്ല, കോൺഗ്രസ്സിലെ. അപ്പോൾ നരസിംഹറാവുവിൻ്റെ മുമ്പിൽ ഇതാണ് അവസ്ഥ. വളരെ വളരെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന രാജ്യത്തിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യനെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കാതെ മൻമോഹൻ സിംഗിനെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കുകയാണ്. അപ്പോൾ മൻമോഹൻ സിംഗ് അതേക്കുറിച്ച് പറയുന്നത്, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് എന്നോട് പറയുന്നു, ഫിനാൻസ് മിനിസ്റ്റർ ആവണം, സ്വിയറിങ് ചെയ്യേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു തമാശയായിട്ട് എടുത്ത് അദ്ദേഹം ചിരിച്ചു. അതൊന്നും പറഞ്ഞില്ല, അദ്ദേഹം ചിരിച്ച് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ പോയി കാണുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയൊന്നും ചെയ്തില്ല. പ്രൈം മിനിസ്റ്റർ നേരിട്ട് വിളിച്ചു. ഞാൻ വിളിക്കുന്നത് തമാശ പറയാനല്ല, നിങ്ങൾ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറയുമ്പോഴാണ് അദ്ദേഹം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. അപ്പോൾ
ലോകത്തിന് മുമ്പിൽ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന് അദ്ദേഹം ഒരു പോളിസി ഷിഫ്റ്റ് നടത്തുകയാണ്. ആ പോളിസി ഷിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ ആശയമാണെന്ന് പറയാൻ കാരണം അദ്ദേഹം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പാർലമെൻറ്റിൽ നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാളുടെ സമയം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഐഡിയയെ വേറെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇന്ത്യയുടെ സമയമാണ്, ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്, ഈ തീരുമാനത്തെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരു ഫിനാൻസ് മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊന്നുമല്ല, അദ്ദേഹം രാജ്യസഭ വഴിയാണ് വന്നത്. പിന്നീട് 99 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോവുകയും ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പിനെയും അഭിമുഖീകരിച്ച് ജയിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്നിരിക്കെ പോലും അദ്ദേഹത്തിന് ആ കാലത്ത് നരസിംഹറാവു മന്ത്രിസഭയ്ക്കെതിരെ പല കാരണങ്ങളാൽ അദ്ദേഹത്തിനെതിരെ ആ മന്ത്രിസഭയ്ക്കെതിരെ ജനവികാരം ഉണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുപോവുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ അദ്ദേഹം ഒരിക്കലും ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല, ഒരു ബ്യൂറോക്രാറ്റാണ്. മുൻപ് റിസർവ് ബാങ്ക് ഗവർണറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, ADBയിലും വേൾഡ് ബാങ്കിലും ജോലി ചെയ്തിട്ടുണ്ട്. ബേസിക്കലി അദ്ദേഹം സ്വയം പറയുന്നത് ഞാൻ ഒരു അധ്യാപകനാണ്, നല്ല അധ്യാപകനാണ്, അതാണ് എൻ്റെ പണി എന്നാണ് അദ്ദേഹം സ്വയം പറയാറ്. എന്നിരിക്കെ തന്നെ ആ സമയത്താണ് നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഹർഷത് മേത്ത സ്കാം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പോലെ തന്നെ അതൊരു കോർപ്പറേറ്റ്, ഹിൻഡൻബർഗ് റിപ്പോർട്ട് തുറന്നു കാട്ടുന്ന ഒരു കോർപ്പറേറ്റ് ചെയ്ത കളിയാണെങ്കിൽ ഇവിടെ ഒരു സെക്യൂരിറ്റി ബ്രോക്കർ, സ്റ്റോക്ക് ബ്രോക്കർ ചെയ്ത തട്ടിപ്പാണ്. ആ തട്ടിപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് സർക്കാർ മൗനാനുവാദം നൽകി, സർക്കാർ കണ്ണടച്ച് നിന്നുവെന്ന് ആരോപണമെന്നുള്ള അദ്ദേഹം നരസിംഹറാവിന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയാണ്. ഇത് രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന വലിയൊരു പോളിസി ഷിഫ്റ്റ് നടപ്പാക്കി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹം വളരെ നിസ്സാരമായ ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഫിനാൻസ് മിനിസ്റ്റർ എന്ന നിലയിൽ നരസിംഹറാവിന് രാജിക്കത്ത് കൊടുക്കുകയാണ്. നരസിംഹറാവു സമ്മതിച്ചില്ല. അദ്ദേഹത്തെ അവിടെ കൊണ്ട് നമുക്ക് ഓർത്ത് നിർത്താൻ കഴിയില്ല. ഈ പറയുന്ന ഈ പോളിസി ഷിഫ്റ്റ് മാത്രമല്ല, 1ഉം 2ഉം UPA സർക്കാരുകൾ. ഒരു പക്ഷേ ഖുശ്വന്ത് സിംഗ് 2010 ഒരു കാര്യം പറയുന്നുണ്ട്. ഇദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കും തന്നെ. ജവഹർലാൽ നെഹ്റുവിനേക്കാൾ മികച്ച പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അതിന് അദ്ദേഹം പറയുന്ന ചില കാരണങ്ങൾ, ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ നിലപാട് എന്താണ്? ഒന്ന് ആൻറ്റി അമേരിക്കയാണ്, മറ്റൊന്ന് പ്രോ സോവിയറ്റ് യൂണിയനാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രം ഒരുപക്ഷെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആദ്യം പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹം ആ നിലപാട് സ്വീകരിക്കുന്നതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പക്ഷേ അതുകൊണ്ട് രാജ്യത്തിനുണ്ടായ പ്രശ്നങ്ങളുണ്ട്, രാജ്യത്തിനുണ്ടായ തിരിച്ചടികൾ, പിന്നോട്ട് പോക്കുകളുണ്ട്. അതേസമയം കൃത്യമായൊരു രാഷ്ട്രീയ പൊസിഷൻ എടുക്കാതെ എല്ലാവരോടും സമനിലയിൽ പെരുമാറുകയും എല്ലാവരോടും ഒരു ഓപ്പൺ ആയിട്ടുള്ള കുറേ കൂടി പ്രാഗ്മാറ്റിക് ഫോറിൻ പോളിസി സ്വീകരിക്കുകയും കുറേ കൂടി പ്രാക്ടിക്കലായിട്ടുള്ള റവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പോളിസി സ്വീകരിക്കുകയും ചെയ്തതുവഴി രാജ്യത്തിൻ്റെ ഭാഗതയെ മാറ്റിയ ഒരാളാണ് മൻമോഹൻ സിംഗ്. അതുകൊണ്ട് നെഹ്റുവിനേക്കാൾ ഇന്ത്യക്ക് സംഭാവന നൽകിയ ഒരു പ്രധാനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് കാണണമെന്ന് പറയുന്നു. ഖുശ്വന്ത് സിംഗ് വേറൊരു തമാശ കഥ കൂടി പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്, ഇദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലപാടാണെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് എന്താണ് എന്നതിനെക്കുറിച്ച് കൂടി ഖുശ്വന്ത് സിംഗ് പറയുന്നുണ്ട്. 99 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാരും പറഞ്ഞല്ലോ, അദ്ദേഹം സൗത്ത് ഡൽഹിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. അദ്ദേഹം തോറ്റുപോയി. അദ്ദേഹം മത്സരിക്കുമ്പോൾ മത്സരിക്കാൻ അദ്ദേഹത്തിൻ്റെ പണമില്ല. അതായത് ഈ മൻമോഹൻ സിംഗ് ഓടിച്ചുകൊണ്ടിരുന്ന കാർ ഏതായിരുന്നു അറിയാമോ? മൻമോഹൻ സിംഗ് ഡ്രൈവ് ചെയ്യുന്ന വിഷ്വൽ ഇപ്പോഴും വീഡിയോ ഉണ്ടാവും, യൂട്യൂബിൽ നോക്കിയാൽ കാണും. മാരുതി 800 അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും. ഈ 99 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ആ കാറാണ് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 99 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മാരുതി 800 അദ്ദേഹം സ്വയം ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. 2 ലക്ഷം രൂപ ഖുശ്വന്ത് സിംഗിൻ്റെ നിന്ന് കടം വാങ്ങി. അപ്പോൾ സാധാരണ ഒരു ഫിനാൻസ് മിനിസ്റ്ററായിട്ടിരുന്ന ഒരാളൊക്കെ ഒരു സുഹൃത്തിൻ്റെ നിന്ന് 2 ലക്ഷം രൂപ കടം വാങ്ങി, ആ കാശ് പോയി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ആദ്യം ചെയ്തത് അദ്ദേഹം നേരിട്ട് വാങ്ങുകയല്ല പണം ചെയ്ത്, മൻമോഹൻ സിംഗിൻ്റെ മരുമകനാണ് പോയി വാങ്ങിയത് പൈസ. മരുമകനാണ് പൈസ ചോദിച്ചു വാങ്ങിയത്. ഇദ്ദേഹം നേരിട്ട് കൊണ്ടുപോയി 2 ലക്ഷം തിരിച്ചു കൊടുത്തു. ഖുശ്വന്ത് സിംഗ് പറയാണ്, ഇങ്ങനെയൊക്കെ രാഷ്ട്രീയക്കാരുണ്ടാകുമോ എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, അദ്ദേഹത്തിൻ്റെ വ്യക്തി വൈശിഷ്ട്യം അത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട നിർണായകമായ സന്ദർഭങ്ങളിൽ അദ്ദേഹം കടുത്ത രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രസ്താവന എന്ന് എനിക്ക് തോന്നുന്നത്, സാധാരണ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ലീഗലൈസ്ഡ് പ്ലണ്ടറിങ് എന്ന് പറഞ്ഞ് നോട്ട് നിരോധനത്തെ അദ്ദേഹം രാജ്യസഭയിൽ വിമർശിക്കുന്നതാണ്. ഞാൻ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്, ദ ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ദാൻ മീഡിയ ടു മീ എന്ന് അദ്ദേഹം പറയുന്നൊരു വാക്കാണ്. അത് അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കെതിരെ വിപുലമായ അഴിമതി ആരോപണങ്ങൾ വരികയാണ്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ, 2G സ്കാമും കോൾ സ്കാമും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് കരിവാരി തേക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ മാധ്യമങ്ങളെക്കാൾ ചരിത്രം എന്നോട് ദയവുള്ളവരായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. ഒന്ന്, അദ്ദേഹം പടിയിറങ്ങിയതിന് ശേഷം
ഈ അഴിമതി ഇപ്പോൾ 2G സ്കാമാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഇപ്പോൾ ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ വഴിമാറ്റിവിട്ട ഒരു ആരോപണം. അതായത് 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞ ആൾ വാ പൊളിച്ചു പോയി. എല്ലാവരും മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കി വോട്ട് ചെയ്ത് BJP വോട്ട് ചെയ്ത് അധികാരത്തിലെത്തി. അത് തെറ്റായ ഒരു നിഗമനമായിരുന്നു എന്ന് അന്നത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിനോദ് റായ് തന്നെ തുറന്നു പറയുകയാണ്. പിന്നീട് ഞാൻ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ അദ്ദേഹം കോടതിയിൽ പോലും മാപ്പ് പറയുന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് തെറ്റായ ഒരു കാര്യത്തിൻ്റെ പേരിൽ അദ്ദേഹം ക്രൂശിക്കപ്പെടുകയായിരുന്നു. പക്ഷേ അപ്പോൾ പോലും അദ്ദേഹം കാണിച്ച ഒരു ഗ്രേസ് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ഗ്രേസ്. അത് രാജ്യസഭയ്ക്കകത്താണെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പിലാണെങ്കിലും എതിർ പാർട്ടിക്കാരോടാണെങ്കിലും ലോകവേദിയിൽ പ്രത്യേക അടിവരായിട്ട് പറയാൻ കാരണം അദ്ദേഹത്തിനൊരു ഗ്ലോബൽ സ്റ്റേജിൽ ലഭിച്ചിട്ടുള്ള സ്വീകാര്യതയും റെസ്പെക്റ്റും അത് നമ്മൾ കാണണം. അതായത് നമ്മളിപ്പോഴും നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, നമുക്ക് മുമ്പും പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഈ പ്രധാനമന്ത്രിമാരോട് ലോക നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നതെന്ന് കാണണമെങ്കിൽ നമ്മൾ വെറുതെ ആ വിഷയം നോക്കിയാൽ മതി. ഒന്നും വേണ്ട, G20 ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉച്ചകോടി ആവട്ടെ, ഉച്ചകോടിയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ഗ്ലോബൽ ലീഡേഴ്സ് ആ പ്രധാനമന്ത്രിയോട് എന്ത് ആ ബിഹേവിയർ നമ്മൾ പരിശോധിച്ചാൽ തന്നെ അവരുടെ വ്യക്തി വൈശിഷ്ട്യം നമുക്ക് മനസ്സിലാവും. മൻമോഹൻ സിംഗിനെ കേൾക്കാൻ ലോകം കാതോർത്തിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ, അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ ലോകം കാതു കൂർപ്പിച്ച ആ വാക്കുകൾ കേട്ടു എന്നുള്ളതാണ് ഈ വലിയ ഉച്ചഭാഷണി പോലെ സംസാരിക്കുന്ന നേതാക്കളെക്കാൾ അദ്ദേഹത്തെ ഒരു മഹാനാക്കുന്നു. യെസ് റാവു, ഈ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പത്രങ്ങളിലും നമ്മൾ ചാനലിലൊക്കെ TV-യിലൊക്കെ വാർത്ത കാണുമ്പോൾ മൗനയെ പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു പാവയാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെയാണ്. പ്രതിപക്ഷം എപ്പോഴും അദ്ദേഹത്തെ നിരന്തരം വിമർശിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ. അതുമാത്രമല്ല, ഇന്നത്തെ പോലെ അന്ന് ഈ PR എന്ന് പറയുന്ന സംഭവം ഇല്ല, ഫോട്ടോഷൂട്ടുകളില്ല. ഇന്നാണ് ഒരു പരിപാടി നടത്തിയാൽ എവിടെയൊക്കെ അതിൻ്റെ ഒരു ഫോട്ടോ, നരേന്ദ്രമോദി ഒരു പരിപാടിയിൽ വന്നാൽ എത്ര ഫോട്ടോകൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ കാണും. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി അടക്കം ഒരുപാട് ജനകീയമായ പദ്ധതികൾ വിഭാവനം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് കൂടിയാണ്. അപ്പോൾ മൻമോഹൻ സിംഗിനെ കാലം അളന്നത് തെറ്റിപ്പോയോ? രേഷ്മ, ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഈ മൻമോഹൻ സിംഗിൻ്റെ 10 വർഷത്തെ പ്രധാനമന്ത്രി എന്ന അധികാര പദവും ഒപ്പം ഇപ്പോൾ നമ്മൾ 10 വർഷം കണ്ട നരേന്ദ്രമോദിയുടെ കാലവും, 2 പ്രധാനമന്ത്രിമാരും 2 തരത്തിൽ തങ്ങളെ അടയാളപ്പെടുത്താൻ ആഗ്രഹിച്ചവരാണ്. എങ്ങനെയാണ് അവർ സ്വയം നിർണ്ണയിച്ചത് എന്നതുകൊണ്ടാണ് ഈ മാറ്റം പ്രകടമാകുന്നത്. മൻമോഹൻ സിംഗ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറയുന്നുണ്ട്, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇവിടെ ഇരിക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും എൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള സ്മരണകൾ എന്നിൽ നിന്ന് ഒരിക്കലും അറ്റുപോയിട്ടില്ല. ഞാൻ അതേക്കുറിച്ച് എല്ലാ ദിവസവും ആലോചിക്കുന്നു. ഞങ്ങൾക്ക് നടന്ന് കിലോമീറ്ററോളം പോയാൽ മാത്രമേ സ്കൂളിലെത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് കുടിവെള്ളം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല, മതിയായ സാമൂഹ്യ സാഹചര്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കാലത്തെ ഞാൻ എല്ലാ ദിവസവും ഓർക്കാറുണ്ട് ഈ പ്രധാനമന്ത്രി കസേരയിലിരുന്നുകൊണ്ട്. അതുകൊണ്ട് അത്തരം അരിഷ്ടതകളില്ലാത്ത കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ ഉള്ള ഉത്തരവാദിത്തം രാജ്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ എപ്പോഴും ഓർക്കുക. അത് ചെയ്യാൻ ഞാൻ പണിയെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം പണിയെടുക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ഉരുക്കു മനുഷ്യൻ ഈ രാജ്യം ഭരിക്കുകയാണ് എന്ന സന്ദേശം കൊടുക്കാനല്ല, മറിച്ച് താൻ പണിയെടുക്കുന്ന റിസൾട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു അയാൾ. അപ്പോൾ ആ 2 വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയും. നരേന്ദ്രമോദി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് രാജ്യത്തിന് മേലെ തന്നെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ PR ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മറ്റു കക്ഷി അങ്ങനെയല്ല. അതുകൊണ്ട് അദ്ദേഹം നമ്മൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ നോക്കിയാൽ ഐക്കോണിക് ലീഡേഴ്സായ ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ ഉള്ള നോട്ടം വരില്ല. അതിൽ മൻമോഹൻ സിംഗിന് എവിടെ ഇടമില്ല. മൻമോഹൻ സിംഗ് ഭയങ്കര ഒരു പ്രഭാഷകനായിരുന്നില്ല, ഒരു ക്രൗഡ് പുള്ളറായിരുന്നില്ല, സംഘടനയ്ക്കകത്ത് ഭയങ്കര നേതാവായിരുന്നില്ല, പുറത്ത് ആളുകൾ സംസാരിക്കുന്ന അയാളുടെ പ്രസംഗമൊന്നും കേൾക്കാൻ ഒട്ടും ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. അതൊരു അതിഗംഭീരമായ പ്രസംഗങ്ങൾ കൊണ്ട് ആളുകളെ കയ്യിലെടുക്കുന്ന ആളൊന്നുമല്ല. ഒരു ഭരണാധികാരി എന്ന നിലയ്ക്കുള്ള മികവാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അടയാളപ്പെടുത്തിയത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഭയങ്കരമായ ഒരു ക്രൈസിസിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് നരസിംഹറാവു നിങ്ങൾ വന്നിട്ട് ഈ പദവി ഏറ്റെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഗൾഫ് യുദ്ധത്തിൻ്റെ കാലമാണ്, ലോകം മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ റീജിയൻ വലിയ തകർച്ച അനുഭവിക്കുന്നു. സോവിയറ്റ് യൂണിയനും ശിഥിലമായ സമയം. എങ്ങനെ ഇന്ത്യക്ക് കരകയറാമെന്ന ഒരു ആലോചന പോലും സാധ്യമല്ലാതിരിക്കുന്ന ഒരു കാലത്ത് അയാൾ വന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് മാത്രമല്ല, അതിനുശേഷം ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ ഉദാരവൽക്കരണം പോലെയുള്ള കോംബോ അവതരിപ്പിക്കുന്നു. അതിനെതിരെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റാണ് രാജ്യത്താക്കാൻ ഉയർന്നു വന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അജിത് സാറിലെ ചെറുപ്പകാലത്ത് മൻമോഹൻ സിംഗ് രാജ്യത്തെ തുറന്നു കൊടുത്ത് മുടിക്കുകയാണ് എന്ന് എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർ മുഴുവൻ ആ ഓർമ്മ മനസ്സിൽ നടന്ന ആൾക്കാരും. കാരണം എന്താണ്? ആഗോളവൽക്കരണം എന്ന് കേട്ടാൽ തന്നെ എന്തോ പിശാചിന് കൊടുത്തു ഇന്ത്യയെ നശിപ്പിക്കാൻ പോവുകയാണ് എന്നാണ്. പക്ഷേ അടുത്ത ദശാബ്ദത്തിലേക്ക് ഇന്ത്യ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്താണ്? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വളരെ വിസിബിളായിട്ടുള്ള ചേഞ്ചസിലേക്ക് ഇന്ത്യ കടന്നു. ഇതിനു മുമ്പ് നമ്മൾ ഇരിക്കുമ്പോൾ അജൂസ് പറഞ്ഞിട്ടുണ്ട്, 1ാം UPA സർക്കാരിൻ്റെ കാലത്തെന്ന് പറഞ്ഞാൽ
ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന കാലമായിരുന്നു. മനുഷ്യന്മാർക്ക് സാമ്പത്തികമായി ഇത്രയധികം അസ്ഥിരത ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു. ആ കാലത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിലും ഇന്ത്യ ഒരു പുതിയ തരത്തിലേക്ക് സ്റ്റെപ്പ് ഉണ്ടെന്ന് സ്വപ്നം കണ്ട ആളാണ്. ആ നിലയ്ക്ക് ഇന്ത്യയെ എങ്ങോട്ട് ചലിപ്പിക്കണം, അതിന് എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം, എന്തൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന് ചിന്താശേഷിയുള്ള മനുഷ്യനായിരുന്നു. ഇന്നത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്ന സാധനം എന്താണ്, അത് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചല്ല, എന്താണ് ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്നത് എന്ന് ശരിയാവണ്ണം മനസ്സിലാക്കാൻ കഴിയുന്നവർ, അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള എന്താണ് പരിഹാര മാർഗ്ഗങ്ങൾ, റെമഡീസ് ആലോചിക്കാൻ കഴിയുന്നവർ, അങ്ങനെ സാമ്പത്തിക ധാരണയില്ലാത്തവർ, വിഭാവനശേഷി ഇല്ലാത്തവരാണ് ഇന്നത്തെ ഭരണകൂടത്തിലുള്ളത്. അരുൺ ജെയ്റ്റ്ലിക്ക് ഒരുവിധം ഉണ്ടായിരുന്നു, അദ്ദേഹം പോയി. അതിനുശേഷമുള്ള ആളുകൾ എങ്ങനെയാണ് ഈ സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് കാണാം. എന്നാൽ മൻമോഹൻ സിംഗിന് എന്താണ് ഈ രാജ്യം എന്നറിയാമായിരുന്നു. സാമ്പത്തികമായി നല്ല ധാരണയുള്ള ആളായിരുന്നു അദ്ദേഹം, നല്ല അധ്യാപകനായിരുന്നു, ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യം എന്താണെന്ന് അറിയാമായിരുന്ന ആളായിരുന്നു. പക്ഷേ പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾ അറിയാമായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ മീഡിയയെ കയ്യിലെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. എന്നുവെച്ചാൽ മീഡിയയെ വരുതിയിലാക്കാൻ ശ്രമിച്ചില്ല. തൻ്റെ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് മീഡിയയുടെ ലൈസൻസ് ഞാൻ പൂട്ടിക്കളയുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി വേണമെങ്കിൽ അദ്ദേഹത്തിന് 2G സ്കാം പോലുള്ള എല്ലാ ആക്രമണങ്ങളെയും തടയാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന് ശ്രമിച്ചില്ല എന്നാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഭരണാധികാരിക്കെതിരെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സംസാരിച്ചാൽ പിന്നീട് നടത്താൻ സ്ഥാപനം ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ്. ഓക്കെ, 1100 തവണ 10 വർഷത്തിനിടയ്ക്ക് 1100 തവണ മാധ്യമങ്ങളെ കണ്ടയാളാണ് ഈ മൻമോഹൻ സിംഗ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഒരു തവണ പോലും മാധ്യമങ്ങളെ കാണാത്ത ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടിട്ട് 10 വർഷമായി എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പോൾ 33 വർഷത്തെ സേവനവും കഴിഞ്ഞ് ഒരു മനുഷ്യൻ പടിയിറങ്ങിപ്പോകുമ്പോൾ അയാളെ എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ, 90ാമത്തെ വയസ്സിൽ പോലും ഏറ്റവും അവസാനത്തെ അവിശ്വാസ പ്രമേയം ഇവിടെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ കൊണ്ടുവരുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാൻ വന്നയാളാണ് അദ്ദേഹം. അതിന് പേരിൽ അദ്ദേഹത്തെ മോദി പ്രശംസിക്കുന്നുണ്ട്. മോദിയാണ് അദ്ദേഹത്തെ മൗനി മോഹൻ സിംഗ് എന്ന് വിളിക്കുന്നത്. മോദിയാണ് അദ്ദേഹത്തെ ഇതാ മൊത്തം അഴിമതി കൊണ്ട് ഈ രാജ്യം നാശകോശമായിരിക്കുന്നു. എന്നിട്ടും മൻമോഹൻ സിംഗിനെതിരെ അഴിമതി ആരോപണമില്ലല്ലോ, അദ്ദേഹം റെയിൻകോട്ട് ഇട്ട് കുളിമുറിയിൽ കുളിക്കുന്ന ആളാണ് എന്നൊക്കെ പരിഹസിച്ചു. എന്നിട്ടും ആ നിലയ്ക്കുള്ള പ്രതികാരമുണ്ടായില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണോ ഒരു ഭരണാധികാരി തൻ്റെ അധികാരം അധികമായെടുത്ത് ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടി പിടിക്കുന്നത്, നോക്കൂ, ഗുജറാത്ത് കലാപം ഉണ്ടായതിനു ശേഷമുള്ള 10 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ആളാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിന് രാഷ്ട്രീയ വേട്ട നിർവഹിക്കാൻ അദ്ദേഹം ഈ ED പോലുള്ള ഈ ഏജൻസികളുമായി ഇറങ്ങി പുറപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് വിശ്വഗുരുമാർ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോടെയുള്ള രാഷ്ട്രീയം നിർവഹിക്കാതിരുന്നു എന്നത് പ്രത്യേകമായ കാര്യമാണ്. ഇന്ത്യൻ ജനാധിപത്യം എന്ന ആശയത്തെ അദ്ദേഹം മാനിച്ചിരുന്ന ആളാണ്, മാധ്യമങ്ങളെ മാനിച്ചിരുന്ന ആളാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ നിശിതമായി വേട്ടയാടിയ ശേഷവും താനൊരു കുഴപ്പക്കാരനായിരുന്നില്ല എന്ന വസ്തുത പുറത്തു വന്നതിന് ശേഷവും അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവർ തുറന്നു പറഞ്ഞതിന് ശേഷവും കണ്ടോ ഞാൻ ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന ഒരു അതിവാചകം പറഞ്ഞു പോലും അദ്ദേഹം രംഗത്ത് വന്നില്ല. അത്രയും ഏറ്റവും ക്വൈറ്റ് കാം, ഏറ്റവും മാന്യനായ നിശബ്ദൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുമായിരുന്ന ഒരാൾ. അപ്പോൾ നിശ്ചയമായും അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് ആ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ ഇറങ്ങിപ്പോകുന്നത് മാത്രമല്ല, ഇന്ത്യയെ മനസ്സിലാക്കിയ ഒരാൾ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾക്ക് മേൽ PR-ൻ്റെ പുകപടലം കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരാളല്ല. ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയ ഒരാൾ, ഇന്ത്യക്ക് എവിടെയൊക്കെയാണ് പരിക്ക് പറ്റിയതെന്ന് മനസ്സിലാക്കിയ ഒരാൾ, അത് പരിഹരിക്കാൻ ദീർഘവീക്ഷണത്തോടെ ഇടപെടാൻ ശേഷി ഉണ്ടായിരുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ ഇറങ്ങിപ്പോയി. നേരത്തെ പറഞ്ഞ പോലെ നെഹ്റു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയെ മനസ്സിലാക്കിയ ഒരാൾ, ഒരുപക്ഷെ നെഹ്റുവിനേക്കാൾ മുകളിൽ ഇന്ത്യൻ പ്രതിസന്ധികളെ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമായിരുന്ന ഒരാൾ. ആ നിലയ്ക്ക് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നിശ്ചയമായും അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ കരിയറിനെ നമ്മൾ മിസ് ചെയ്യും. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഇന്ത്യൻ ജനസമൂഹത്തിനും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ധനമന്ത്രി സ്ഥാനവും അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദവും എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സവിശേഷമായ സാഹചര്യത്തിൽ നമ്മൾ ഉറപ്പായിട്ടും അത്തരം പൊളിറ്റീഷ്യൻസിനെ മിസ് ചെയ്യുന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. യെസ്, ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആയിരുന്നില്ല ആവശ്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അദ്ദേഹത്തെ ആയിരുന്നു ആവശ്യം. ആ നിലയിൽ എക്കാലവും അദ്ദേഹം ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗത്തുള്ള അറിവ്, വൈഭവമൊക്കെ എപ്പോഴും ഓർമ്മിക്കപ്പെടും.